Good morning. Good morning, ma'am. 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 Good morning. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Yes, ma'am. പ്രയർ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി നേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ബുദ്ധദേവന്റെ കാരുണ്യശീലവും ക്രിസ്തുവിൻ ത്യാഗബുദ്ധിയും സ്നേഹവും ഗാന്ധിജി തന്നഹിംസയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. സൈനിങ് ആരാണ്? Ma'am, good morning, ma'am, and my dear friends. Today is 13th August 2025, and we are in the week of our nation's 17th Independence Day celebrations. This is a time to remember the sacrifices of our freedom fighters and to feel proud of our country. Just like they worked hard for a free India, let us also work hard in our studies to build a better future for our nation. Okay. Then thought of the day. Good morning, ma'am. Good morning. Thought of the day. Don't forget that even when life gets hard and you feel like giving up, there is a future that you have not seen yet. Stay strong, believe in yourself, and never stop moving forward. Thank you. Okay. ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റോറി, ആക്ഷൻ സോങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാം, ജെറുഷ. ഞാൻ റാണി ലക്ഷ്മിബായിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു. എന്താണ് ജെറുഷ? ക്ലിയർ അല്ല പറഞ്ഞത്. റാണി ലക്ഷ്മിബായിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു. പറഞ്ഞോട്ടോ മാം? പറഞ്ഞു. Good morning, ma'am, and my dear friends. Today I will speak about Rani Lakshmibai, the Queen of Jhansi, who is remembered as one of the greatest women freedom fighters of India. Rani Lakshmibai was born on 19 November 1828 in Varanasi. She was brave and intelligent from childhood, and she was trained in horse riding, sword fighting, and shooting. When the British tried to take control of our kingdom, she refused to give up. In 1857, during the First War of Independence, she fought bravely with her army to protect Jhansi. Even when she was outnumbered, she never lost her courage. Sadly,
She sacrificed her life in battle, but her courage inspired many others to fight for freedom. Rani Lakshmibai is remembered as symbol and determination. Thank you. Okay, very good. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സ്റ്റോറിയോ പോയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യൂ കേട്ടോ. മാം നാളെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആയതുകൊണ്ട് എല്ലാരും നാളത്തേക്ക് വെച്ചേക്കും. നാളെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഞങ്ങൾ മറ്റന്നാളത്തെ പ്രോഗ്രാം അല്ലേ? അപ്പൊ മറ്റന്നാളില് ക്ലാസ് ചിലപ്പോഴേ ഉണ്ടാകത്തോളല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നാളത്തേക്ക് വെച്ചിരിക്കുവാണ് അല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയില്ലേ? ഫിഫ്ത് ചാപ്റ്റർ എടുത്തു തുടങ്ങിയായിരുന്നു അല്ലേ? ഫിഫ്ത് ചാപ്റ്റർ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു. ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു അല്ലേ? ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് പ്രൊഫൈൽ. എന്താണ് ഡെവലപ്മെന്റ് പ്രൊഫൈല്? അതുപോലെ കുട്ടികളുടെ റിപ്പോർട്ട് കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡെവലപ്മെന്റ് പ്രൊഫൈലില് ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, രണ്ടാമത്തതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, മൂന്നാമത്തത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, then നാലാമത്തത് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ആൻഡ് ഫിഫ്ത് വൺ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഓക്കെ, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് സാമൂഹികപരവും വൈകാരികപരവുമായ വികസനം. കുട്ടികൾക്ക് സമൂഹവുമായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ ചില ഇമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് ഈ ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത് അതിനകത്ത്? കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെ, ശാരീരികപരമായിട്ടുള്ള വികസനത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താ? അപ്പോ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വൈജ്ഞാനികപരമായിട്ടുള്ള വികസനം അല്ലെ? ഓക്കെ. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താ? ഭാഷാ വികസനം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ദെൻ ലാസ്റ്റ് വൺ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. അപ്പൊ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ്സ് സച്ച് ആസ് എ കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാല് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് കുട്ടി ശരിക്കും പറഞ്ഞാല് സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിട്ട്, അതായത് അവൻ എഴുതാനും അതുപോലെ തന്നെ വായിക്കാനൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചില സ്കിൽസുകൾ കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പൊ നമുക്ക് തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ എന്തുണ്ട്? ഈ ഒരു പ്രീ നമ്പർ സ്കിൽസ് അല്ലെങ്കിൽ പ്രീ റൈറ്റിംഗ് സ്കിൽസിന്റെ മെറ്റീരിയൽ ഉണ്ട്. അത് പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറയും. അതായത് കുട്ടികളുടെ കൈ നന്നായിട്ട് എന്താ പറയാ വഴങ്ങാനും അതുപോലെ തന്നെ കുട്ടികൾ അക്ഷരങ്ങള് അതുപോലെ തന്നെ അക്കങ്ങള് ഇതൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ട് അവരുടെ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് വികസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്. അതുപോലെ കളറിനെ കുറിച്ച്, കളർ എന്ന് പറയുമ്പോൾ അവരാദ്യം പഠിക്കുക എന്ന് പറയുന്നത് ചില കളേഴ്സ് അവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാ കളേഴ്സും ചിലപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ഏതൊക്കെ കളേഴ്സ് ആണ് ആദ്യമായിട്ട് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത്? അവരുടെ കണ്ണിൽ പെടുന്ന കളറുകൾ ഏതൊക്കെയാ? അട്രാക്ട് ചെയ്യുന്ന കളറുകൾ? റെഡ്, പ്രൈമറി സെക്കൻഡറി കളേഴ്സ് കളേഴ്സ് ആണ്.
പ്രൈമറി കളേഴ്സ് ആണ്. അപ്പൊ ഈ പ്രൈമറി കളേഴ്സ് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ആ കളർ, അതായത് ചില ലൈറ്റ് കളേഴ്സും അതുപോലെ തന്നെ ചില ഡാർക്ക് കളേഴ്സും ഒക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ അട്രാക്ട് ചെയ്യുമ്പോൾ കുട്ടികളെ അത് സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. അതായത് കുട്ടികൾക്ക് കുറേയധികം കളേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നു, ഈ കളർ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇപ്പോ ലൈറ്റ് ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ കുട്ടീനോട് ചോദിക്കേണ്ടത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്സിൽ എവിടെയാണ് സ്കൈ ബ്ലൂ കളർ ഉണ്ടാവുക? എവിടെയാ? ആകാശം. ആകാശം അല്ലെ, സ്കൈ അല്ലെ. അതുപോലെ തന്നെ സീലും ഉണ്ടാവില്ലേ സ്കൈ ബ്ലൂ. അപ്പൊ ആ ഒരു കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഗ്രീൻ കളർ കുട്ടിക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നേച്ചർ. നേച്ചർ അല്ലെ, പ്ലാന്റ്സ്. ഓക്കെ, അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അത്തരത്തില് കുട്ടികൾക്ക് കളേഴ്സ് കൊടുത്തിട്ട് ബേസിക് കളറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റും. അതും കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഷേപ്പ് കൺസെപ്റ്റ്, പലതരത്തിലുള്ള ഷേപ്സുകൾ നമ്മൾ കൊടുക്കുന്നു അല്ലെ. പലതരത്തിലുള്ള എന്തൊക്കെ ഷേപ്സുകളാ ഉള്ളത്? ഷേപ്സുകള് അല്ലെ. ഓക്കെ, ക്യൂബോയിഡ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കാണിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ, എഴുതുന്നതിന് മുമ്പ്, അതായത് കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പഠിച്ചു വരുന്ന രീതിയാണ് എന്ത്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. ദെൻ അടുത്തതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതാണ്. കുട്ടികളാവുമ്പോൾ കുട്ടികളുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് ഇപ്പൊ കേട്ടുകൊണ്ട് പഠിക്കാം, അതുപോലെ തന്നെ കണ്ടുകൊണ്ട് പഠിക്കാം. അങ്ങനെ കുറേയധികം സ്കില്ലുകൾ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ദെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മ്യൂസിക് വരാം. ഓക്കെ, സംഗീതം, അതുപോലെ സിംഗിങ്, മ്യൂസിക്, സിംഗിങ്, ഡ്രോയിങ് ഓർ പെയിന്റിങ്, ചിത്രം വരയ്ക്കുന്നത്, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നത്, റോൾ പ്ലേ ചെയ്യുന്നത്, അതുപോലെ പോയം, ഗെയിം, ടോയ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിൽ വരുന്നത്? ഓരോ കുട്ടികളുടെയും ക്രിയേറ്റിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. അതായത് എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുന്നത്. സ്കിൽസ് വ്യത്യാസപ്പെടാം. ഇപ്പൊ നിങ്ങളിൽ ചിലർക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനായിട്ട് സാധിക്കും, മറ്റു ചിലർക്കാണെങ്കിൽ നല്ല രീതിയിൽ പടം വരയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ എന്താ പറയാ വ്യത്യാസങ്ങൾ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. അപ്പൊ കുട്ടികളുടെ സ്കിൽ ഏതാണോ അതിനനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സാമ്പിൾ ഓഫ് പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നത്, കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതിനകത്ത് കുട്ടിയുടെ പേരുണ്ടാകും, അതുപോലെ കുട്ടിയുടെ ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഫാദർ നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, ദെൻ മദർ നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, പിന്നെ ചൈൽഡ്സ് വെയിറ്റ്, ചൈൽഡ് ഹൈറ്റ്, അതായത് ഹൈറ്റും വെയിറ്റും ഉണ്ടാകും കുട്ടിയുടെ. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഇവിടെ നോട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഇപ്പൊ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വരുമ്പോൾ ചില കുട്ടികൾക്ക് സിംഗിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സിംഗിങ് എഴുതും. മറ്റു പലർക്കാണെങ്കിൽ ഡ്രോയിങ് ആയിരിക്കാം. അപ്പൊ അവിടെ ഡ്രോയിങ് ആണ് നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു കാർഡ് പോലെ റെഡിയാക്കുന്നതാണ് എന്ത്, ഈ ഒരു ഒബ്സർവേഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. ആദ്യം ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യട്ടോ, ടൈം ടേബിൾ എന്താണ്.
നിങ്ങളുടെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ പാർട്ട് 4-ലെ? ഇല്ല മാം, കുറച്ചുകൂടി ഉണ്ട്. എത്ര പോർഷൻസ് ആയി ഇപ്പോ നീങ്ങിയിരിക്കുന്നേ? ഇനി 3 കൂടെ ഉള്ളു. 8, 9, 10. 8, 9. പാർട്ട് 4 മാം. പാർട്ട് 3 ഇച്ചിരി ഒരുപാടുണ്ട്. 3 ചാപ്റ്ററേ എടുത്തിട്ടുള്ളൂ. പാർട്ട് 3-ല് 3 ചാപ്റ്റർ ആയിട്ട് എടുത്തിട്ടുള്ളൂ. യെസ് മാം. ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ടൈം ടേബിളിനെ കുറിച്ച്? ഓക്കെ മാം, ഞാൻ പറയാം. ഗ്രീഷ്മ പറഞ്ഞു. ടൈം ടേബിൾ അമൃത പറഞ്ഞോളൂ. Okay, ma'am. The timetable is a detailed plan showing the schedule of time allocation to various subject activities. സ്കൂളില് ഓരോ സബ്ജക്റ്റിനും ആക്ടിവിറ്റീസിനും എങ്ങനെയാണ് ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. യൂഷ്വലി ആണെങ്കിൽ നമ്മൾ ടൈം ടേബിൾ ഒരു വീക്കിനേക്ക് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഒരു വീക്കിന് ഒരു ടൈം ടേബിൾ അതിങ്ങനെ എല്ലാ വീക്കിനും അതെങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസും വർക്കും ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്കൂളിന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് വർക്കിങ്ങിന് ഈ ഒരു സ്കൂൾ ടൈം ടേബിൾ മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ അറിയപ്പെടുന്നത് സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ അമൃത പറഞ്ഞതുപോലെ തന്നെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കുള്ള ടോപ്പിക് വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ നടത്തുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അതിനൊക്കെ ടൈം അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് വേരിയസ് സബ്ജക്റ്റുകൾ ഉണ്ടാകാം, അതുപോലെ പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ഒരു ടൈം എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്ന ഒരു എന്താ പറയാ പ്ലാനിങ്ങിനെയാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ടൈം ടേബിളിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതായത് രണ്ടാമത്തെ സെക്കൻഡ് ക്ലോക്ക് എന്നതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ക്ലോക്ക് അതായത് രണ്ടാമത്തെ ഘടികാരം എന്നാണ് അതിനർത്ഥം വരുന്നത്. സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് ആയിട്ട് ടൈം ടേബിളിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാറുണ്ടോ? ഈ ഒരു ഇപ്പൊ പറഞ്ഞത് നമ്മളെ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നുള്ള ഇതില് അങ്ങനെ ചിലതില് വന്നിട്ടുണ്ട്. ഗ്രീഷ്മയെ കുറെ നാളെയല്ലോ കണ്ടിട്ട്. എവിടെ പോയായിരുന്നു മാം? ഞാൻ ട്രെയിനിങ്ങിന് പോയായിരുന്നു. ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു മാം, എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു. കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല. അപ്പം അവര് അവിടെ തന്നെ വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്ലോക്ക് ആയിട്ടാണ് ടൈം ടേബിളിനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നിങ്ങള്. ഓക്കെ, അപ്പൊ മനസ്സിലാവുമല്ലോ. നമുക്ക് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തത്തിലുള്ള സബ്ജക്റ്റുകൾ, ആക്ടിവിറ്റീസ് ഇത് തയ്യാറാക്കുന്നതിനാണ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല സെക്കൻഡ് ക്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളും, എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നാലും അത് ടൈം ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നടത്തപ്പെടുന്നത്. ഇനി കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തോളൂ. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ.
വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞാൻ പറയാം മാം. ഓക്കെ. Content of a timetable. Time of beginning and ending of the school day. അതായത് ഒരു സ്കൂളിലെ ദിവസം തുടങ്ങുന്ന സമയം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള ടൈം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ഓരോ പീരീഡും എത്ര സമയം നീണ്ടു നിൽക്കുന്നു, എത്ര സമയമാണെന്നുള്ളത് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഓരോ പീരീഡിലും എടുക്കുന്നതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റീസ് ഈസ് ടു ബി ഹാൻഡിൽഡ്. ഓരോ ദിവസവും ഏത് സബ്ജക്റ്റ് ആണ്, ഏതെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെന്ന്, അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നെയിംസ് ഓഫ് ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിലും ഓരോ ക്ലാസ്സിലും ഏത് ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്, അവരുടെ പേര് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്. ഏതൊക്കെ ക്ലാസ് ആണ്, ഏത് ക്ലാസ് റൂമിലാണ് ക്ലാസ് നടക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റിസർച്ച് പീരീഡ്. അതായത് ഇടവേള കാലയളവുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈം ടേബിളിൽ കാണുന്നത്. ഓക്കെ. ഇപ്പോ ടൈം ടേബിളിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിന്റെ കണ്ടന്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. സ്കൂൾ ഡേ ആരംഭിക്കുന്നതും അതുപോലെ അവസാനിക്കുന്നതുമായ സമയം. എപ്പോഴാണ് സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് എൻഡ് ചെയ്തത്, ആ സമയം എപ്പോഴാണ്, ടൈം എപ്പോഴാണെന്ന് കറക്റ്റ് ആയിട്ട് ഉണ്ടാകും. രണ്ടാമത്തത് ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. അതുപോലെ തന്നെ ഓരോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള സമയം. അപ്പൊ എനിക്ക് തോന്നുന്നു അല്ലെ 3/4 മണിക്കൂറൊക്കെയാണ് വരുന്നത്. അപ്പൊ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10:45 ആകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പീരീഡ് അവസാനിക്കാറുണ്ട്. അപ്പൊ ആ പീരീഡിന്റെ സമയം കൃത്യമായിട്ടുണ്ടാകും. ദെൻ സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതുപോലെ തന്നെ ഓരോ പീരീഡിലും അല്ലെങ്കിൽ ഓരോ സമയത്തും നടക്കുന്ന സബ്ജക്റ്റുകൾ എന്താണ്, ആക്ടിവിറ്റീസ് എന്താണ്, ഓരോ പീരീഡിലുമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ ഒരു സമയത്ത് കൊടുക്കുന്നത്, അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടാകും. ദെൻ നാലാമത്തെ പോയിന്റ് ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും ഓരോ വിഷയവും അതുപോലെ തന്നെ പ്രവർത്തനവും നടക്കുന്ന ദിവസങ്ങൾ കേട്ടോ. അതായത് എന്താ പറയാ, അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് അവിടെ നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെയിംസ് ഓഫ് ദിസ് ടീച്ചേഴ്സ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും ചുമതലയുള്ള അധ്യാപകർ, അവരുടെ പേരുകൾ ഉണ്ടാകും. ഓരോ ക്ലാസ്സിനും ഓരോ ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ, അപ്പോ അവരുടെ പേരുകള്. അതുപോലെ തന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്. ഓരോ ക്ലാസ്സുകളും നടക്കുന്ന മുറികൾ ഏതാണെന്ന്, ഏത് റൂമുകളിലായിട്ടാണ് ഓരോ ക്ലാസ് നടക്കുന്നതെന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ഏഴാമത്തെ പോയിന്റ് ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റിസസ് പീരീഡ്. അതായത് ഇടവേളകൾ, അതായത് ഇടക്കിടക്ക് ബ്രേക്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്റർവെല് കൊടുക്കുന്നുണ്ടാവുമല്ലോ കുട്ടികൾക്ക്. ആദ്യത്തെ 2 പീരീഡ് കഴിഞ്ഞിട്ട് ഇന്റർവെല് കൊടുക്കും, പിന്നീടത്തെ 2-3 പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ഇന്റർവെല്, ആ ബ്രേക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ടാവും. എത്ര മിനിറ്റ് ആണ് ബ്രേക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. എളുപ്പമല്ലേ, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി ആ ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഒന്ന് വായിക്കാം കേട്ടോ. ക്ലാസ് ടൈം ടേബിള്, ടീച്ചേഴ്സ് ടൈം ടേബിള്, മാസ്റ്റർ ടൈം ടേബിള്. അത് ആ ഹോംവർക്ക് ടൈം ടേബിള് വരെ റീഡ് ചെയ്യാം കേട്ടോ.
റോഷ്നി ഒന്ന് റീഡ് ചെയ്യാമോ? ക്ലാസ് ടൈം ടേബിൾ, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. Yes, ma'am. Type of timetable. A school should have at least 3 timetables. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില കുട്ടികൾക്ക് അത് സംശയം വന്നു, എത്ര ടൈം ടേബിൾ ആണ്. ഈ ഒരു ചോദ്യം അങ്ങനെ തന്നെ എടുത്തിട്ടിട്ട് ചില കുട്ടികൾക്ക് ടൈം ടേബിൾ സംശയം വന്നു. എന്തുകൊണ്ടാവാ അതുണ്ടായിരിക്കുക? ഡൗട്ട് എങ്ങനെയാ വന്നിട്ടുണ്ടാവുക? PDF-ലുള്ള കാര്യം ടൈം ടേബിൾ എങ്ങനെ വന്നിട്ടുണ്ടെന്നായിരിക്കും. അതാണോ മാം സംശയം? ഇങ്ങനെ തന്നെ എടുത്താണ് ക്വസ്റ്റ്യൻ ഇട്ടത്, പക്ഷെ ചില കുട്ടികൾക്ക് ഡൗട്ട് വന്നു. ഈ ഒരു എന്താണ്? ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ഞാൻ പഠിപ്പിക്കുന്ന ബാച്ച് അല്ല, വേറൊരു ബാച്ചിലെ കുട്ടികളാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർക്കൊരു സംശയം അതാണ്, എത്ര ടൈം ടേബിൾ ആണെന്നും പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. എ സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് എ ഡാഷ് ടൈം ടേബിൾ എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. അതിനകത്ത് 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. എന്നിട്ടും സംശയം വന്നു. അപ്പൊ ടെക്സ്റ്റ് മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ചുരുങ്ങിയത്, അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 3 ടൈം ടേബിൾ എങ്കിലും ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? എത്ര ടൈം ടേബിൾ ഉണ്ടാവും? ചുരുങ്ങിയത് 3 ടൈം ടേബിൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടൈം ടേബിൾ? ഒന്ന് ക്ലാസ് ടൈം ടേബിൾ ആണ്, 2 ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്, പിന്നെ 1 മാസ്റ്റർ ടൈം ടേബിൾ. അങ്ങനെ 3 ടൈം ടേബിൾ ആണ് ഒരു സ്കൂളില് ഉണ്ടാവുക. ഓക്കെ, വായിച്ചോളൂ റോഷ്നി, വായിച്ചോളൂ കേട്ടോ. Class timetable. This is meant for the classes. This will show the dissemination of subject. There should be a general timetable showing class-wise distribution of subject. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അത് ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. ഇത് ഓരോ സബ്ജക്റ്റിനെയും സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ദർ ഷുഡ് ബി ഇതൊരു ജനറൽ ടൈം ടേബിൾ ആയിട്ട് ക്ലാസ് വൈസ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതായിരിക്കും ഈ ടൈം ടേബിൾ. ഓക്കെ, അതായത് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സുകൾക്കുള്ള സമയക്രമമാണ്. ക്ലാസ്സുകളുടെ ടൈം അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ക്ലാസ് ടൈം ടേബിളിൽ പറയുന്നത്. ഓക്കെ, ക്ലാസ്സുകൾ എപ്പോഴാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, അങ്ങനെ ഓരോ പീരീഡിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ തരം സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ? പല പല ടോപ്പിക്കുകളാണ് ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് പല പല സബ്ജക്റ്റുകൾ ഓരോ ക്ലാസ്സുകളിലും എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 1ാം ക്ലാസ്സിൽ ചിലപ്പോൾ മലയാളം ആയിരിക്കാം പഠിപ്പിക്കുന്നത്, 2ാം ക്ലാസ്സിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം പഠിപ്പിക്കുന്നത് അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഫസ്റ്റ് പീരീഡിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ ഓരോ ക്ലാസ് റൂമുകളിലും? അപ്പൊ ഓരോ വിഷയങ്ങളും എങ്ങനെ ഓരോ ക്ലാസ്സുകളിലും എടുക്കുന്നു അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഈ ഒരു ക്ലാസ് ടൈം ടേബിളിലാണ് ഉണ്ടാവുക. ഓക്കെ, ഓരോ പീരീഡ് എന്താണ്, പിന്നെ അതിനുള്ള ടീച്ചേഴ്സ് ഒക്കെ ആരാണ്, അതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും എല്ലാ സ്കൂളുകളിലും ഫോളോ ചെയ്യുന്ന
ഒരു ഇതാണ് എന്താ ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുണ്ടാവും അല്ലെ, കുട്ടികൾക്ക് കൊടുക്കും. ആദ്യത്തെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈം ടേബിൾ കൊടുക്കും അല്ലെ, ക്ലാസ് ടൈം ടേബിൾ കൊടുക്കാറില്ലേ? എത്ര പീരീഡ് ഉണ്ട്, ആ എത്രാമത്തെ പീരീഡ് ആണ്, ഏത് സമയമാണ് ഇത് വരുന്നത്, ദാറ്റ് ഈസ് ക്ലാസ് ടൈം ടേബിൾ. ഓക്കെ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. Then next one, teacher's timetable. വായിച്ചോളൂ കേട്ടോ റോഷ്നി. Teacher's timetable. Teacher's timetable. Every teacher should have a copy of his timetable of his work. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available with the headmaster. എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിലും മസ്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ കോപ്പി ഉണ്ടായിരിക്കും അവരുടെ വർക്ക് സംബന്ധമായിട്ട്. ഈ ടൈം ടേബിള് ക്ലാസ്സിൽ ഏത് സമയത്തും ടീച്ചറിന്റെ കയ്യിൽ ഓരോരോ പീരീഡ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിന്റെ ഒരു കോപ്പി ഹെഡ് മാസ്റ്ററുടെ കയ്യിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതായത് ഇത് ഞാനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ടീച്ചേഴ്സ് ടൈം ടേബിൾ. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഓരോ ടീച്ചേഴ്സിനും തന്റെ ജോലി ഏത് സമയത്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ആവാൻ വേണ്ടി പറയുന്നതാണ് എന്റെ കാര്യം. ഇപ്പോ എന്റെ, അതായത് ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അല്ലെ, ആണോ അല്ലയോ? ആണോ? അപ്പൊ എന്റെ ഒരു ദിവസത്തെ സമയക്രമം, ഇപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ്. അപ്പൊ എന്റെ സമയക്രമം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് 10:30 to 11:30 ക്ലാസ് ഉണ്ട്, 1:30 to 2:30 ക്ലാസ് ഉണ്ട്, 2:30 to 3:30 ക്ലാസ് ഉണ്ട്. അങ്ങനെ 3 മണിക്കൂറാണ് ഇന്ന് എന്റെ ഇവിടെ ക്ലാസ് വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ഇന്നത്തേക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് മൺഡേ ടു ഫ്രൈഡേ, തേഴ്സ്ഡേ ഒഴിച്ച് മൺഡേ ടു ഫ്രൈഡേ വരെ എനിക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പോ ആ 4 ദിവസത്തെയും ഏതൊക്കെ സമയത്താണ് എനിക്ക് ക്ലാസ് ഉള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഒരു കോപ്പി വേണമെങ്കിൽ സൂക്ഷിക്കാം. മിക്കവാറും വേണമെങ്കിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അത് ബൈഹാർട്ട് ആണെങ്കിൽ അത് നോക്കേണ്ട കാര്യമില്ല. ടീച്ചേഴ്സിനൊക്കെ അത് ബൈഹാർട്ട് ആയിരിക്കുള്ളൂ, എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ മാത്രമേ ചില ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ലീവ് ആണെങ്കിൽ മാത്രം, ആരെങ്കിലും ലീവ് വരുവാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അല്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് ഒരു ദിവസം ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, ഇപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്. ഇന്ന് 10:30 to 11:30 എനിക്ക് MT9 ബാച്ചിലാണ് പഠിപ്പിക്കേണ്ടത്. ദെൻ ഉച്ചയ്ക്ക് 1:30 to 2:30 എനിക്ക് MT15 ബാച്ചിലാണ് പഠിപ്പിക്കേണ്ടത്. ദെൻ 2:30 to 3:30 എനിക്ക് HA17 ബാച്ചിലാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ക്ലാസ്സുകളാണ് എനിക്ക് പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ ഈ ഒരു ടീച്ചേഴ്സ് ടൈം ടേബിള് സഹായിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടീച്ചറിന്റെ കയ്യിൽ ഇതിനുള്ള ഒരു കോപ്പി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡിന്റെ കയ്യിൽ, ഇവിടെയുള്ള ഹെഡിന്റെ കയ്യിൽ അതിനുള്ള ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമോ ഹെഡിനെ? ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീച്ചർ ഉണ്ട് ഹെഡായിട്ട്, നിഷ ടീച്ചർ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, കോൺവക്കേഷന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ടീച്ചറാണ് ഇവിടുത്തെ ഹെഡ്. അപ്പൊ ടീച്ചറിന്റെ അടുത്താണ് എല്ലാ ബാക്കിയുള്ള, അതായത് ടീച്ചറിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ടീച്ചേഴ്സിന്റേതുമായിട്ടുള്ള ടൈം ടേബിള്, അല്ലെങ്കിൽ ഓരോ എന്റെയും അതുപോലെ മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ ടൈം ടേബിളിന്റെ കോപ്പി, ഏതൊക്കെ സമയമാണ് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ഞങ്ങൾക്ക് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ വിശദമായിട്ടുള്ള ഡോക്യുമെന്റ് ടീച്ചറിന്റെ കൈവശം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 3 കാര്യങ്ങളുമാണ് ടീച്ചേഴ്സ് ടൈം ടേബിളിൽ വരുന്നത്. വ്യക്തമായില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, മാസ്റ്റർ ടൈം ടേബിൾ. റോഷിനി വായിച്ചോളൂ. മാസ്റ്റർ ടൈം ടേബിൾ. Okay, ma'am. This is the consolidated timetable for the whole school. This will give a complete picture of the work of a school. It should be available with the headmaster. It will be him who teaches a particular class in a given period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure of work at the particular point of time. More to the above, it is better to prepare and maintain different timetables such as teachers' leisure timetable, activities timetable, room timetable, homework timetable. ഇതിൽ പറയുന്നത് സ്കൂളുകളിൽ ഒരു
ഏകീകൃതമായുള്ള എല്ലാവരെയും ഏകീകരിപ്പിക്കുന്ന ഒരു ടൈം ടേബിൾ ആണിത്. ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ദ ഹെഡ് മാസ്റ്റർ. ഇത് ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ എപ്പോഴും ലഭ്യമായിരിക്കണം. ഒരു ക്ലാസ്സിൽ ആരാണ് പഠിപ്പിക്കുന്നതെന്നും ഏത് ടീച്ചറാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്നും ഒക്കെ ഹെഡ് മാസ്റ്റർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അധ്യാപകൻ റെസ്റ്റ് എടുക്കുവാണോ അതോ ജോലി ചെയ്യുന്നോ എന്നൊക്കെ ഇതിലൂടെ ഹെഡ് മാസ്റ്ററിന് അറിയാൻ കഴിയും. ഇതിന് പുറമെ അവര് ടീച്ചറുടെ ഒഴിവു സമയങ്ങളും അവരുടെ ആക്ടിവിറ്റി ടൈം ടേബിളും റൂം ടൈം ടേബിളും ഹോംവർക്കുകളും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള സമയക്രമമാണ് കേട്ടോ. ഓക്കെ, മൊത്തത്തില സ്കൂളിനെ കുറിച്ച് അറിയാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ ടോട്ടൽ ആയിട്ടുള്ള ടൈം അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് ടോട്ടലായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാസ്റ്റർ ടൈം ടേബിള് റെഡിയാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മാസ്റ്റർ ടൈം ടേബിള് സൂക്ഷിക്കേണ്ടത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഹെഡ് മാസ്റ്ററിന്റെ പക്കലായിരിക്കണം ഈ മാസ്റ്റർ ടൈം ടേബിള് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത്, ഏതൊക്കെ വിഷയങ്ങളാണ് ഏതൊക്കെ ടോപ്പിക്സുകളാണ് അവർ എടുക്കുന്നത്, ഏതൊക്കെ സമയത്താണ് അവർ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസ്റ്റർ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ്, ഏത് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് അവർ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ടോപ്പിക് ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്, അതുപോലെ ഏത് സമയത്താണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാസ്റ്റർ ടൈം ടേബിളിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ മാസ്റ്റർ ടൈം ടേബിളിലൂടെ ഒരു ടീച്ചർ ഒരു പ്രത്യേക സമയത്ത് ലീവാണോ അല്ലെങ്കിൽ എന്താ പറയാ അവര് മറ്റുള്ള തിരക്കുകളിൽ എന്തെങ്കിലും ആണോ, ഇപ്പൊ ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരു ടീച്ചർക്ക് ചിലപ്പോൾ അതാത് ക്ലാസ്സുകളിൽ കയറാൻ പറ്റിയില്ലെന്ന് വരാം. ഓക്കെ, അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ മാസ്റ്റർ ടൈം ടേബിള് സഹായിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ടീച്ചേഴ്സിന്റെ ലെഷർ ടൈം ടേബിൾ, ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ ഇതിലൂടെ അറിയാനായിട്ട് പറ്റും മാസ്റ്റർ ടൈം ടേബിളിലൂടെ. പിന്നെ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്കൂളിന്റെ മൊത്തത്തിലുള്ള നടക്കുന്ന ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ റൂം ടൈം ടേബിൾ, ഓരോ ക്ലാസ് റൂമുകളിലും ഏതൊക്കെ ടൈം ടേബിൾ ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹോംവർക്ക് ടൈം ടേബിൾ, അതായത് കുട്ടികള് വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഹോംവർക്ക് ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഏതൊക്കെ ആക്ടിവിറ്റികളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഞാൻ നിങ്ങളോട് ഇതൊരു അസൈൻമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അല്ലെ, ഞാനാണ് എടുക്കുന്നതെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇത് ചെയ്യാനുള്ള സമയമായിട്ടോ ഞാനിത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഇതിനകത്ത് നിങ്ങളൊന്ന് നോക്കിയേ, റൈറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എഴുതുവാണ്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യം ഫ്രം അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ, ഇല്ലേ? നമ്മളിതൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ ആണോ? ഫ്രം അഡ്രസ്. എന്നിട്ട് നമ്മുടെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ടു ദ കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, അതായത് ഇവിടെ കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്ന് പറയുന്നത് ഏത് മാനേജ്മെന്റ് ആണോ, അതായത് സ്കൂളിന്റെ പേരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചില മാനേജ്മെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളാണെങ്കിൽ അതിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും നോക്കുക. പിന്നെ സബ്ജക്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. ദെൻ റെസ്പെക്റ്റഡ് സർ ആൻഡ് മാഡം,
I came to know that there is a vacancy for the teacher's post. I apply myself for the same. My biodata is in the overleaf being considered for the post. I will send sincere and result-oriented hard work for the development of your school. Okay. ഇത് ഒരു എന്താ പറയാ ഇതൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നൊരു ഇതുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായിരിക്കും ഇതെന്ന് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതിന് പല ഡൗട്ട് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, ബയോഡേറ്റ തന്നെയാണോ എന്ന്. ഓക്കെ, അപ്പോ നമ്മള് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ചില ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ സമയത്താണ് നമ്മൾ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ശരിയാണോ? അല്ലെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ബയോഡേറ്റയാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആയാൽ പോലും നമ്മൾ അങ്ങനെ അത് കൊടുക്കാറില്ല. നമ്മളത് അപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പല മെത്തേഡിലൂടെയാവും. ചിലപ്പോൾ പോസ്റ്റ് വഴിയാവാം, അല്ലെങ്കിൽ മെയിൽ വഴിയാകാം, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ആവാം. അങ്ങനെ പല രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബയോഡേറ്റയാണ് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നമ്മൾ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് അവര് നമ്മളെ എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കുക. ഓക്കെ, ദെൻ അത് അവിടെ കെറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷമാണ്. ആണോ? അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കോ? ഇല്ല. അപ്പോ കുട്ടികൾക്ക് വന്നൊരു ഡൗട്ടാണ്, ഇതിൽ വന്നൊരു ഡൗട്ടാണ് എന്താണ് അറ്റാച്ച് ചെയ്യുന്നത്. വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബയോഡേറ്റയാണ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ബയോഡേറ്റ അല്ലെ? റെസ്യൂമി എന്ന് പറയോ അല്ലെ? ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? അഡ്രസ്, നമ്മുടെ ബയോഡേറ്റയില് നമ്മളെ ഇൻഫർമേഷൻസ്, ക്വാളിഫിക്കേഷൻ. ഒരാള് തനുജ പറയൂ. തനുജ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദറിന്റെ നെയിം, പിന്നെ അഡ്രസ്, പിന്നെ നമ്മുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്, നാഷണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മതം ഏതാന്നുള്ള ജാതി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഉണ്ടാവും. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, അക്കാദമിക് ക്വാളിഫിക്കേഷൻ, പിന്നെ അല്ലാതെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവും. പിന്നെ ഡിക്ലറേഷൻ ഉണ്ടാവും, നമ്മുടെ ഒരു സത്യപ്രസ്താവന, നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു തെളിവായിട്ട്. അത്രയല്ലേ മാം? എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കൂലേ? എന്താണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്? നമ്മൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ എവിടെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാറുണ്ടോ? അത് ആവശ്യപ്പെടുമ്പോഴല്ലേ ചോദിക്കാറുള്ളൂ ഇന്റർവ്യൂവിനൊക്കെ. അല്ല, ഞാൻ ചിലയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അല്ലേ? എന്റെ അമ്മ ടീച്ചറാ, അപ്പൊ അമ്മ ഇങ്ങനെ കൊടുത്തപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അല്ല, നമ്മൾ ബയോഡേറ്റയിൽ ഫുൾ ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മള് അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് അത് കയറ്റുക. എന്നിട്ട് അത് പക്ഷെ നമ്മളത് കൊടുത്തു കഴിഞ്ഞാല് അത് സത്യമായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർ ചോദിക്കുമ്പോൾ നമുക്ക് ആ രേഖ, ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ക്ലിയർ ആയിട്ടും അവിടെ എഴുതുക. പിന്നെ ഹോബീസും കൊടുക്കാറുണ്ട് മാം. ഹോബീസ് കൊടുക്കും. ഹോബീസ് എന്തൊക്കെയാണ് ഹോബീസ് ഉണ്ടാവും. പിന്നെ ടോപ്പിക്സുകൾ, ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഇതാണെങ്കിൽ സബ്ജക്ട് ഏതാണ് ഇതുള്ളത്, നമ്മുടെ സബ്ജക്ട് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ നമുക്കറിയാവുന്ന ലാംഗ്വേജസ് കൊടുക്കാമല്ലോ. ലാംഗ്വേജസ് നമ്മൾക്ക് ഇഷ്ടമല്ലേ, നമുക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ വരാറുണ്ട്. പിന്നെ എന്തൊക്കെയാ വേറെ എന്തെങ്കിലും എന്താണ് ആര്യ? നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് ചോദിക്കൂലേ?
എത്ര വരെ? ക്വാളിഫിക്കേഷൻ ചോദിക്കൂലേ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നമ്മൾ എത്ര വരെ പഠിച്ചു, പിന്നെ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ ഫോട്ടോയും സൈനും ആഡ് ചെയ്യാലോ. വേണമെങ്കിൽ ഫോട്ടോയും സൈനും ആഡ് ചെയ്യാം. മാം, നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇന്റേൺഷിപ്പിന്റെ നമുക്ക് ഇന്റേൺഷിപ്പിന്റെ അങ്ങനെ കൊടുക്കാറുണ്ട് മിസ്. ഞാൻ ഒരു ബയോഡേറ്റയിൽ കണ്ടിരുന്നു. റെസ്യൂമെ കാണുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആവണം. ആ രീതിയിലായിരിക്കണം റെസ്യൂമെ തയ്യാറാക്കേണ്ടത്. ഞാനൊരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോ എന്നോട് ചോദിച്ചു ഇന്റേൺഷിപ്പ് എന്തെങ്കിലും ഉണ്ടാകും, പക്ഷെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതും കൊടുക്കാറുണ്ട്. പിന്നെ സ്കിൽസ് ഒക്കെ കൊടുക്കും. അതായത് അവര് കാണുമ്പോൾ അവർക്കൊരു ഇംപ്രഷൻ തോന്നണം. അങ്ങനെയാണ് അവര് നോക്കുമല്ലോ. വ്യക്തമായിട്ട് നോക്കില്ലേ അവര്? ബയോഡേറ്റ നോക്കിയില്ലേ? നോക്കും. ആ ബയോഡേറ്റ നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് ക്ലിയർ കട്ടായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. എന്നാൽ മാത്രമാണ് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക അവർക്ക്. ഓക്കെ, അപ്പോഴാണ് നമ്മളെ വിളിക്കുക. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തരുന്നത് ഇതാണ്. ഒന്ന്, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതായത് നിങ്ങളുടെ പേര് എഴുതുക, പിന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ അത് നിങ്ങൾ ഏതെങ്കിലും എടുക്കുക കേട്ടോ. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ അഡ്രസ്സൊക്കെ ഇപ്പൊ കറക്റ്റ് ആകണം എന്ന് നിർബന്ധമില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ഇതേപോലെ തന്നെ എഴുതുക കേട്ടോ. ഈ ഒരു റെസ്പെക്റ്റഡ് സർ മാഡം ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതുക. അതുപോലെ നിങ്ങളുടെ സൈൻ, അതുപോലെ നിങ്ങളുടെ എന്നാണോ നിങ്ങളത് അയക്കുന്നത് അതിന്റെ ഡേറ്റ്, പ്ലേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതിന്റെ കൂടെ ഒരു ബയോഡേറ്റ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക നിങ്ങളുടെ ബയോഡേറ്റ. ഇപ്പൊ റോഷ്നി കുഞ്ഞുമോന്റെ ബയോഡേറ്റയില് റോഷ്നിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് തരുന്ന അസൈൻമെന്റ് കേട്ടോ. അപ്പൊ അത് ചെയ്യാം. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ റെസ്പെക്ട് സാർ മാഡം അതെന്താ അങ്ങനെ പറയുന്നത്? അത് ബഹുമാനപ്പെട്ട എന്നാണ്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതി. നമ്മൾ ഏതൊരാളെയും ഇപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്ന നമ്മൾ ആരേക്കാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയെ എന്താ പറയാ റെസ്പെക്ട് കൊടുക്കുന്നതാണ് നമ്മള്. അത് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ബാക്കി എഴുതുക. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സബ്ജക്ട് വരുമ്പോ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ അത് അങ്ങനെ തന്നെ എഴുതാം. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മാം, പിന്നെ ബയോഡേറ്റയില് ഫോൺ നമ്പറും മെയിൽ ഐഡിയും ആഡ് ചെയ്യാലോ. ആഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് എന്താണ് കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കാമല്ലോ അല്ലെ? എന്താണ് ക്ലിയർ ആയില്ലേ ഗ്രീഷ്മ? കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കാമല്ലോ. കൊടുക്കാം. മാം, നമ്മുടെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ അല്ല മോണ്ടിസോറി കോഴ്സ് ചെയ്തോണ്ടിരിക്കണത് എഴുതണോ? അത് എഴുതാം. എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ അത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി അടുത്തത് നിങ്ങൾ നോക്കി എന്താണ് പറയുന്നതെന്ന്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷന്റെ ഒരു ഫോർമാറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ? നോക്കിയാൽ നിങ്ങൾ ആദ്യം തന്നെ ടീച്ചർ, അതായത് നിങ്ങളൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ലീവ് വേണം, കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് വേണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം അവിടെ കൊടുത്തിരിക്കണം. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ടീച്ചറിന്റെ നെയിം വരും. ഓക്കെ, ടീച്ചറിന്റെ പേര്. ഓക്കെ, ഇപ്പൊ റോഷ്നിയാണ് ടീച്ചർ. റോഷ്നി കുഞ്ഞുമോൻ എന്നായിരിക്കും അവിടെ പേര് വരിക. പിന്നെ പോസ്റ്റ് ആൻഡ് കോഡ്,
ചിലപ്പോ റോഷിനി എന്ന് പറയുന്നത് സീനിയർ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ജൂനിയർ ടീച്ചർ ആയിരിക്കാം. അതാണ് പോസ്റ്റ് വരുന്നത് കേട്ടോ, ജൂനിയർ അല്ലെങ്കിൽ സീനിയർ. അതുപോലെ അവർക്കൊരു കോഡ് ഉണ്ടാവും, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ഒരു രജിസ്ട്രേഡ് നമ്പർ ഉണ്ടല്ലോ, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അതുപോലെ ഒരു നമ്പർ ഉണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്കൂളുകളിൽ നിന്ന്. അപ്പൊ ആ ഒരു കോഡ്. ദെൻ അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ലീവ്, അതായത് ലീവ് സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റി, അവരുടെ പേര്, ഹെഡ് മാസ്റ്ററുടെ പേരാകാം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാകാം, അതാണ് അവിടെ വെക്കേണ്ടത്. ദെൻ ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്, ഏത് ദിവസത്തേക്കാണ് ലീവ് വേണ്ടത്, ഏത് ദിവസമാണ് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കാണ് ലീവ് വേണ്ടതെന്നാണ് അവിടെ പറയേണ്ടത്. പിന്നെ റീസൺസ്, ലീവ് എടുക്കാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ആയിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോ എന്താണ് ആ റീസൺ എന്ന് എഴുതുക. ദെൻ പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്, ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ലീവ് എത്രയാണ്? ചിലപ്പോ നമ്മൾ 10 ദിവസത്തെ ലീവ് ആയിരിക്കും ചോദിക്കുന്നേ, പക്ഷെ അങ്ങനെ തരാറുണ്ടോ? ഫുള്ളായിട്ട് 10 ദിവസത്തെ ലീവൊക്കെ കിട്ടാറുണ്ടോ? ഇല്ല. ഇല്ല. ചിലപ്പോ ഒരു 5 ദിവസമായിരിക്കും അവർ അനുവദിക്കുന്നത്. അപ്പൊ അവർ അനുവദിച്ച ലീവ് ഏതാണ്? നമ്മൾ ആവശ്യപ്പെട്ട ലീവാണ് മുകളിൽ കൊടുക്കേണ്ടത്. അവർ അനുവദിച്ച ലീവാണ് പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്, അതായത് ഇതിനു മുമ്പ് എത്ര ദിവസങ്ങളിൽ ലീവ് എടുത്തിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ ഈ ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് 10 ദിവസം ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോ മുൻപ് ലീവ് എടുത്തിട്ടുണ്ടാവാം ഓൾറെഡി. അപ്പൊ ആ ലീവിന്റെ എണ്ണം എത്രയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ, അതായത് നമ്മൾക്ക് ചിലപ്പോ ഒരു വർഷത്തിൽ ഇത്ര ലീവ് എടുക്കാനുണ്ടായിരിക്കാം. അപ്പൊ 30 ലീവ് ആയിരിക്കാം ചിലപ്പോ നമുക്ക് ഒരു ടീച്ചർക്ക് എടുക്കാനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആ 30 ലീവ് 30 ലീവില് ഒരു 20 ലീവ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ബാലൻസ് വരുന്ന ലീവ് എത്രയാ? എത്രയാ? 30 എണ്ണത്തിന് ലീവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാലൻസ് വരുന്ന ലീവ് എത്രയാ? 10 അല്ലെ? 50. അപ്പൊ എത്ര ലീവാണ് ഇനി ബാലൻസ് ഉള്ളത്? ആ ഒരു കാര്യവും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷനിൽ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ്, അതായത് സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയാമോ? ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറഞ്ഞാല് ആ ഒരു ലീവ് കൊടുക്കുന്ന ഹെഡ്, അതായത് ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ ആകാം, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജർ ആകാം. അതാണ് ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് അവരുടെ പേരും എഴുതാം, ഇൻസ്റ്റിറ്റ്യൂഷനും എഴുതാം. ദാറ്റ് ഈസ് ഹെഡ് ഓഫ് ദ ലീവ് കേട്ടോ. ലീവ് കൊടുക്കുന്ന അതോറിറ്റി. ഈ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ലീവ് എടുക്കുന്നതിനുള്ള കാരണമല്ലേ കൊടുക്കണത്? എന്താണ് റീസൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ലീവ് എടുക്കുന്നത് അതിനെ പറ്റിയുള്ള കാരണം എന്തുകൊണ്ടാണ്? ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ലീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ മാരേജ് ആയിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ലീവ് എടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസൺ അവിടെ എഴുതുക എന്താണ്. ഓക്കെ മാം, ഇത് അസൈൻമെന്റ് ആയിട്ടാ? അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇത് അസൈൻമെന്റ് ഒന്നും ചെയ്യണ്ട. മിസ് ആദ്യം തന്നെ അസൈൻമെന്റ് അല്ലേ? എന്താണ്? റൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് ആണ് കേട്ടോ. പിന്നെ നോക്കിയാൽ നിങ്ങള് ലീവ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടല്ലോ ഓഫീസ് യൂസ് എന്നും പറഞ്ഞ് വേറൊരു ബാലൻസ്, അതായത് അതിന്റെ ബാക്ക് വശം നമ്മൾ കാണാറില്ലേ? ഏതൊരു ആപ്ലിക്കേഷനിലും നമ്മള് ഫ്രണ്ട് പോർഷൻ ഉണ്ടാവും, പിന്നെ ബാക്ക് പോർഷൻ ഉണ്ടാവും. ഓഫീസ് യൂസ് എന്നും പറഞ്ഞ് കാണാറുണ്ടോ? കാണാറുണ്ട്. ഓഫീസ് യൂസ് അതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് യൂസില് ലീവ് പെർമിറ്റഡ്, നോട്ട് പെർമിറ്റഡ്, അതായത് ലീവ് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് യെസ് ആയിരിക്കാം, നോ ആയിരിക്കാം. അപ്പോ ഒരു ടീച്ചർ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലീവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് എഴുതും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാന്നെഴുതും. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പെർമിഷൻ, അതായത് ലീവ് സാങ്ഷൻ ചെയ്ത തീയതി എന്നാണ്. ഓക്കെ. പിന്നെ അടുത്തത് ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ, അതായത് ശമ്പളത്തോട് കൂടിയാണോ ലീവ് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളം കട്ട് ചെയ്തത് കൊണ്ടാണോ ലീവ് അനുവദിക്കുന്നത്, അല്ലെ? ചില കേസിൽ ശമ്പളത്തോട് കൂടി ലീവ് അനുവദിക്കാറുണ്ട്, അല്ലെ? ഏതിലാണ് ശമ്പളത്തോട് കൂടി ലീവ് അനുവദിക്കുന്നത്? മെറ്റേണിറ്റി ലീവ് അല്ലെ?
അപ്പൊ അങ്ങനെ എഴുതാറുണ്ട്. ഇനി ശമ്പളം കട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയും എഴുതാം. അപ്പൊ അത് വ്യക്തമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നെയിം ഓഫ് ദ സ്കൂൾ, ആ സ്കൂളിന്റെ പേര് എഴുതുക. പിന്നെ അതുപോലെ തന്നെ വെദർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്, അതായത് ശമ്പളത്തോട് കൂടി അല്ലാതെ, അതായത് ശമ്പളം ഇല്ലാതെയാണ് ലീവ് എടുക്കുന്നതെങ്കിൽ, അതായത് ശമ്പളം കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, അതിനുള്ള കാരണം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? ചില കാരണങ്ങൾ കൊണ്ട് ശമ്പളം കൊടുക്കാറില്ല അല്ലെ ലീവ് എടുക്കുമ്പോൾ. അപ്പൊ അതെന്താണ്? ഇപ്പൊ ലോങ് ടൈം ആയിട്ടൊക്കെ നമ്മൾ ലീവിന് പോകുമ്പോൾ ശമ്പളം കൊടുക്കാറുണ്ടോ? ലോങ് ടൈം ലീവ് എടുക്കുമ്പോ ഇല്ല. അവർ ഇത്ര നാളത്തേക്ക് ലീവ് എടുത്ത് പോവാണ്, അപ്പൊ അതിന് ശമ്പളം കട്ട് ചെയ്യും. അപ്പൊ അതവിടെ അറ്റാച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഓഫ് അപ്ലൈയിങ്, അതായത് ഈ ലീവ് അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, മെത്തേഡ് എങ്ങനെയാണ്, ചാനൽ എന്താണ്? ചിലപ്പോൾ ഡയറക്റ്റ് ആവാം. ഡയറക്റ്റ് സ്കൂളില് ഹെഡിന് കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ മെയിൽ വഴിയായിരിക്കാം സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ഇറ്റ് ഈസ് ഡാഷ് ഡേയ്സ് ഓൺലി, അതായത് ബാലൻസ് വരുന്ന ലീവുകൾ എത്രയാണെന്നും പറഞ്ഞ് അത് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീല്, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ സീല്, അതുപോലെ തന്നെ പിൻ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തുക. പിന്നെ ലീവ് സാങ്ഷൻഡ് റെഫ്യൂസഡ്, ലാസ്റ്റും എഴുതുക ലീവ് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ ഡീകോഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീല്, ഇവരുടെ തന്നെ സീലും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത് കേട്ടോ. ഇതെന്താ മാം? ഇത് ഈ ലീവ് ആപ്ലിക്കേഷന്റെ തന്നെ ഇതിൽ വരുന്നതാണ്. ഓഫീസ് യൂസ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. അവർക്ക് ലീവ്, നമ്മളിപ്പോ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ, നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ബാങ്കിലൊക്കെ അപേക്ഷ കൊടുക്കുന്നതല്ലേ, ബാങ്കിലൊക്കെ അപേക്ഷ കൊടുക്കാറുണ്ടോ? സൊസൈറ്റികളിലൊക്കെ ഉണ്ടോ? ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ടോ? കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലീവും കാര്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം എഴുതുന്നത്. അതിന്റെ ബാക്ക് പോർഷനിൽ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായത് നിങ്ങളിപ്പോ ഒരു ലോൺ വെക്കാനായിട്ട് നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ അപേക്ഷിച്ചു, 50,000 രൂപയാണ് നിങ്ങൾ അപേക്ഷിച്ചതെന്ന് വിചാരിക്കുക. പക്ഷെ അത് പരിശോധിച്ചതിന് ശേഷം അവർ വെറും 30,000 രൂപയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്ക് പേജിലാണ് ഉണ്ടാവുക. ഓഫീസ് യൂസ്, അതായത് അവിടെയുള്ള ഓഫീസിലെ മേധാവിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് സാധിക്കുക. നമ്മളൊരു കാര്യത്തിന് അപ്ലൈ ചെയ്തു, പക്ഷെ ആ ഒരു കാര്യം അവർ പരിശോധിച്ചതിന് ശേഷം എത്ര ലീവാണ് നമുക്ക് തരുന്നത്, അത് ശമ്പളത്തോടു കൂടിയാണോ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടാമത്തെ പേജിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ തീർച്ച. മറ്റേ ആപ്ലിക്കേഷൻ ഫോർ ജോബ് ഇല്ലേ, ഏതാണ് ആപ്ലിക്കേഷൻ ഫോർ ജോബ്? മാം അസൈൻമെന്റ് തന്നായിരുന്നു. അതിൽ അഡ്രസ് ഏതാ കൊടുക്കണ്ടത്? നമ്മുടെ ആണോ അതോ ഏതെങ്കിലും കൊടുത്താൽ മതിയോ? അതായത് നിങ്ങളുടെ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഡ്രസ് തന്നെ കൊടുക്കുക. അസൈൻമെന്റ് അല്ലേ സബ്മിറ്റ് ചെയ്യുന്നത്, ഇവിടെ അല്ലേ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ അഡ്രസ്സും എഴുതുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? മാം, നമ്മൾ ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പില്ലേ ഈ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, ലീവ് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുക? ലീവ് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിൽ ഇങ്ങനെയാണ് ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ തന്നെയാണ് ഫോർമാറ്റ് ഉണ്ടാവുക. ഇത്ര തന്നെ കൊടുക്കുന്നുള്ളൂ, അതിന് ഡിക്ലറേഷൻ ഒന്നും വേറെ എക്സ്ട്രാ വരില്ല? മാം ഒക്കെ ഇങ്ങനെയാണോ അവിടെ ലീവ് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ, ഈ ഒരു ഫോർമാറ്റിലാണോ അപ്ലൈ ചെയ്യുക? ഏത് ഫോർമാറ്റിലാണെന്ന് വ്യക്തമല്ല, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, കേൾക്കുന്നില്ല. അത് ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ് ഇപ്പൊ തന്നിട്ടില്ലേ, ഈ ഫോർമാറ്റിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതിയോ? മാം ഒക്കെ അങ്ങനെയാണോ അവിടെ ലീവ് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക ഈ ഒരു ഫോർമാറ്റിൽ? അത് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ മാം ഇന്ന കാരണം കൊണ്ട് ഇത്രയും ദിവസം ലീവ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചില സ്കൂളുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഫോം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഒരു ഫോം തരുമല്ലോ. അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. കോമൺ ആയിട്ട് ഇത്തരം സംഭവങ്ങളാണ് ഉണ്ടാവുക. ഏതൊരു സ്കൂളിലും ഒരു ഫോം ഇങ്ങനെ ഉണ്ടാവും അല്ലേ?
ബേസിക് ആയിട്ട്, അതായത് കോമൺ ആയിട്ട് ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അത് ഓരോ ടീച്ചർക്കും ഓരോ ഇതുപോലെ തന്നെ ഫോം ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത് ലീവ് എടുത്താല്? ഇല്ല, ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇത്തരം ഡീറ്റെയിൽസേ ഉണ്ടാവുള്ളൂ. ഇനി ഡിപ്പെൻഡ് ചെയ്തത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, മാറ്റങ്ങൾ വരാം. ചില കാര്യങ്ങൾ ഉണ്ടാവണം എന്നില്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ മാറ്റങ്ങൾ വരാം. ഓക്കെ മാം. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ടോ. ഓക്കെ, താങ്ക് യു. Ma'am, sign out. സൈൻ ഔട്ട് ചെയ്തോളൂ. Okay, ma'am. As we come to the end of today's class, I want to share a short story. The Small Boy and the Butterfly. One day, a small boy saw a butterfly trying to come out of its soft cover. It was struggling very hard. The boy felt sad and gently broke the cover to help. The butterfly came out easily, but its wings were weak and it could not fly. The boy did not know that the hard struggle was needed to make the wings strong. Moral: struggles make us strong. Without them, we cannot grow. Thank you, ma'am, and my dear friends. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. താങ്ക് യു മാം.